നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഭഗവാനെ, ഹർഷനെയും അയാളെ സ്നേഹിക്കുന്ന പെൺകുട്ടിയും തമ്മിൽ അകറ്റല്ലേ നീ. അവർക്ക് വിരഹവും സങ്കടവും കണ്ണീരുമല്ല, എക്കാലവും ആയുരാരോഗ്യ സൗഖ്യത്തിലും സമ്പൽ സമൃദ്ധിയിലും ഒന്നിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണേ. ഇത്രയും നല്ല മനസ്സുള്ള നിന്നെ ഞാൻ സങ്കടപ്പെടുത്തില്ല ശാലിനി. എത്രയും പെട്ടെന്ന് നിന്റെ വിഷ്ണുവേട്ടനെ ഞാൻ നിനക്ക് മടക്കി തരും. ഇത് സത്യം. വാക്ക്. കാർത്തിക, ശാലിനി, ഞങ്ങളുടെ കല്യാണം എന്താ കാർത്തികേ? കാർത്തികേ, എങ്ങോട്ടാണ് നിന്റെ ഈ പാച്ചില്? ചേട്ടാ പിടിവിട്. എന്നെ ഇടിച്ചതിന് സമാധാനം പറഞ്ഞിട്ട് നീ പോയാ മതി. ചേട്ടാ അറിഞ്ഞോണ്ടല്ലോ. അത് ശരിയാ, എങ്കിൽ സോറി പറയടാ. പറയാൻ ചേട്ടാ, എന്നെ ഒന്ന് വിട്ടാ മതി. പറയേ. സോറി. ആ, അങ്ങനെ പറയേ. പോടെ. ഈശ്വര, ജയൻ ശാലിനിയുടെ അടുത്തേക്കാണല്ലോ പോകുന്നത്. അവർ തമ്മിൽ കണ്ടാൽ അതെ. ആ അമ്മേ, ഞാൻ അമ്പലത്തിലാ. ആ, എന്താ വരൂ അമ്മേ. വീട്ടിലടി നിന്നെ ഞാൻ. അയ്യോ അയ്യോ എന്താ ഇവിടെ? ചേട്ടാ, ഇയാൾ എന്നെ കയറി പിടിച്ചു ചേട്ടാ. അയ്യോ ചേട്ടാ, വീട്ടിലിടാ തന്നെ ഞാൻ. ചേട്ടാ ഒന്നും ചെയ്യില്ല ചേട്ടാ. എന്നെ ഇടിച്ചിട്ടതും പോരാ, എന്റെ ഭാര്യയെ കയറി പിടിക്കുന്നോ? ചേട്ടാ അറിയാതെ പറ്റിപ്പോയതാ. നിന്നെ അറിയിച്ചു തരാം. അവിടെ ഇങ്ങോട്ട് നടക്ക. നിന്റെ വെള്ളത്തിൽ ഞാൻ മാറ്റി തരാം. അവിടെ ചേട്ടാ ഇങ്ങോട്ട് വാടാ. വിടി ചേട്ടാ. ഭഗവാനെ, കാർത്തികയുടെ ഉള്ളിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. എന്റെ സംശയം ശരിയാണെങ്കിൽ അവരുടെ കല്യാണം നടന്നിട്ടില്ല. ആ പ്രതീക്ഷയാ മഹാദേവ ദമ്പതി പൂജാ ദിനത്തിൽ നീ എനിക്ക് തന്നത്.
അവളെ കൊണ്ട് തന്നെ നീ എനിക്ക് മുന്നിലെ രഹസ്യം വെളിവാക്കി തരണേ. എന്താ മോളെ, മനമുരുകിയുള്ള പ്രാർത്ഥനയാണല്ലോ. എല്ലാം കൈവിട്ടവർക്ക് അവസാന അഭയം ദൈവമാണല്ലോ തിരുമേനി. കൈവിട്ടെന്നും നഷ്ടപ്പെട്ടു എന്നൊക്കെ ആര് പറഞ്ഞു? എല്ലാം മടക്കിത്തരാൻ ശക്തിയുള്ള ആളല്ലേ മഹാദേവൻ. പോരെങ്കിൽ ദമ്പതി പൂജാ ദിവസം മഹാദേവന്റെ അടുത്തെത്തുന്ന പ്രാർത്ഥനകൾ അവിടുന്ന് തള്ളില്ല. പാർവതി പരമേശ്വര സംയോഗം പോലെ പിരിഞ്ഞവർ പോലും കൂടിച്ചേരും. അതുകൊണ്ട് ഭർതൃക്ഷേമം ആഗ്രഹിക്കുന്ന ഭാര്യമാരാരും ഈ ദിവസം മഹാദേവനെ മറക്കാറുമില്ല. തിരുമേനി, വിഷ്ണു വിഷ്ണു എന്നൊരു പേര് വന്നിരുന്നു ദമ്പതി പൂജയ്ക്ക്. വിഷ്ണു? ഇല്ല, കുട്ടിയല്ലാതെ വേറെ ആരും അങ്ങനൊരു പേര് തന്നിട്ടില്ല. അപ്പോ കാർത്തിക ക്ഷേത്രത്തിൽ വന്നത് ദമ്പതി പൂജയ്ക്കല്ല. ഈശ്വര, എന്റെ സംശയം ശരിയാണെന്ന് വരൂ. വിഷ്ണുവിനെ അല്ല, ഞാനിപ്പോ ഒരു ഹർഷനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഹർഷനെയോ? ഈശ്വര, ശാലിനിക്ക് എന്തെങ്കിലും സംശയം തോന്നുമോ? അതെ, ഹർഷൻ. മകം നക്ഷത്രം. ആ പേരിൽ പുഷ്പാഞ്ജലിക്കും ദമ്പതി പൂജയ്ക്കും പറഞ്ഞിരുന്നു ഒരു കുട്ടി. പൂജാപ്രസാദം വാങ്ങാൻ ആളെ കണ്ടില്ല. എന്തെങ്കിലും തടസ്സം ഉണ്ടായി കാണും തിരുമേനി. പെട്ടെന്ന് പോവേണ്ട വല്ല ആവശ്യം വന്നു കാണും. എന്നാലും ദമ്പതി പൂജയുടെ പ്രസാദം വാങ്ങാതിരിക്കുക എന്ന് വെച്ചാൽ അശുഭമാണേ. അന്യദേശവാസം, വിരഹം, കണ്ണീരും ഒക്കെയാ ഫലം. അത് കഷ്ടമായല്ലോ. ഈ ക്ഷേത്രത്തില് ചിട്ടവട്ടങ്ങളെ കുറിച്ചൊന്നും അറിയാത്ത ഒരാളായിരിക്കും ആ കുട്ടി. അതെ, അന്യദേശക്കാരിയാണെന്നാ പറഞ്ഞത്. സ്നേഹിക്കുന്ന മനസ്സുകൾ അകലുമ്പോഴുള്ള വിഷമം ആർക്കും കൊടുക്കാതിരിക്കട്ടെ ഭഗവാൻ. തിരുമേനി, പ്രസാദം ആ കുട്ടി തന്നെ വാങ്ങണമെന്നില്ലല്ലോ. ആരെങ്കിലും വാങ്ങിച്ചാ പോരെ? ആരായാലും വേണ്ടില്ല. ക്ഷേത്രത്തിൽ വെക്കുന്നത് നിഷിദ്ധം. ഇങ്ങി തന്നേക്ക് തിരുമേനി, ഞാൻ വാങ്ങിക്കൊള്ളാം. സ്നേഹിക്കുന്ന ആ ഹൃദയങ്ങളെ തമ്മിൽ അകലണ്ട. മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഭഗവാനെ, ഹർഷനെയും അയാളെ സ്നേഹിക്കുന്ന പെൺകുട്ടിയും തമ്മിൽ അകറ്റല്ലേ നീ. അവർക്ക് വിരഹവും സങ്കടവും കണ്ണീരുമല്ല എക്കാലവും ആയുരാരോഗ്യ സൗഖ്യത്തിലും സമ്പൽ സമൃദ്ധിയിലും ഒന്നിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണേ. ഇത്രയും നല്ല മനസ്സുള്ള നിന്നെ ഞാൻ സങ്കടപ്പെടുത്തില്ല ശാലിനി. എത്രയും പെട്ടെന്ന് നിന്റെ വിഷ്ണുവേട്ടനെ ഞാൻ നിനക്ക് മടക്കി തരും. ഇത് സത്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.